ബീനുമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് താമര നടുന്നത്. ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വളരെ വ്യത്യസ്തമായിട്ടൊരു രീതി ചെയ്ത് നോക്കി. അപ്പോൾ നല്ല വിജയമാണ് കേട്ടോ അത് കൈവരിച്ചത്. അപ്പം ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അങ്ങനെ നട്ട താമര ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് കണ്ട, ഇത് ലക്ഷ്മി എന്ന ഒരു വെറൈറ്റി താമരയാണ്. അപ്പോൾ അങ്ങനെ നട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പൂക്കുകയും ഇതുപോലെ പൂവുണ്ടാവുകയും നന്നായിട്ട് കിളുക്കുകയും ഒക്കെ ചെയ്ത്. ഇതെല്ലാം അതുപോലെ നട്ടതാണ്. ഒത്തിരി മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, 8 മുട്ടോളം ഇതിന്മേൽ തന്നെ ഉണ്ട്. അപ്പം നല്ല ഭംഗിയില്ല, നന്നായിട്ട് വളർന്നിട്ടുണ്ട് അങ്ങനെ ചെയ്തത് കൊണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യട്ടെ. ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കുറേ നമ്മുടെ പറമ്പിലുള്ള പുല്ലുകൾ തന്നെ കുറേ പറിച്ചൊരു ലെയർ പോലെ ഇട്ട് അതിൻ്റെ പുറത്ത് കുറേ കരികിലയും കൂടി അങ്ങനെ നമ്മൾ തൂത്തിട്ട് അതിന് ശേഷമാണ് പോട്ടിംഗ് മിശ്രിതം, ചാണകപ്പൊടി, എല്ലുപൊടിയും കൂടി കുറച്ച് എല്ലുപൊടിയെ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ പുറമെ നമ്മുടെ ഒരു ലെയറായിട്ട് മണ്ണ് നിറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 ദിവസം ഇട്ടേച്ച് അതിന് ശേഷമാണ് ഞാൻ ഒരു ട്യൂബർ നടുന്നത്. ട്യൂബർ എന്ന് പറയുന്നത് ഞാൻ ഓൺലൈനിൽ മേടിച്ച ട്യൂബറായിരുന്നു ഇത്. പക്ഷേ ഈ ചെറിയ പാത്രത്തിൽ വെച്ചിട്ടാണോ എന്നറിയില്ല, പക്ഷേ എല്ലാവരുടെയും നല്ലപോലെ കിളുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കിളുത്ത് നന്നായിട്ട് വലുതായി, പക്ഷേ ഒരൊറ്റ പൂ പോലും ഉണ്ടായില്ല. പക്ഷേ നല്ല ട്യൂബർ നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ എല്ലാ ട്യൂബറും ഒരു 3-4 പാത്രത്തിലേക്ക് വെച്ച്. പക്ഷേ എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒരു മാസത്തോളമായിട്ടേ ആയിട്ടുള്ളൂ ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് കിളിർത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലെ പൂവുണ്ടായി. അതൊരു നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഒത്തിരി നമുക്ക് പിന്നെ എന്നതാ പറയേണ്ടത്, ചിലവുകളൊന്നും ഇല്ലാണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട് കാര്യം പറഞ്ഞാൽ. എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. എന്നാന്ന് പറഞ്ഞാൽ ഞാൻ പലത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒന്നും വിജയിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്ന് താമര മേടിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ഇത് വേറൊരു ടൈപ്പ് താമരയാണ്. ഇത് ബക്കറ്റിൽ വെച്ചത് കൊണ്ടായിരിക്കും. ഇത് ചെറിയ മുട്ടുകളെ വരുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള സ്പേസ് അത്രയല്ലേ ഉള്ളൂ. ഇതേലും മുട്ടുകളൊക്കെ നേരത്തെ വന്ന് വിരിഞ്ഞു പോയി, പിന്നെ വീണ്ടും മുട്ടുകളൊക്കെ വരുന്നുണ്ട്. എത്ര വലിയ ഇലയായിട്ടാണ് വന്നിരിക്കണേന്ന് അറിയാമോ? അത്രയും വലിയ, ഈ വീഡിയോയിൽ കാണും പോലെയല്ല, നല്ല വലിപ്പം കൂടിയ ഇലകളാണ്. നല്ല ഭംഗി തന്നെ ഉണ്ട് അത് നിൽക്കണ തന്നെ കാണാനായിട്ട്. ഈ താമരയും വേറൊരു ടൈപ്പാണ്. അപ്പം ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഞാനിവിടെ അടുത്തുനിന്ന് ഒരാളോട് മേടിച്ചതാണ്. അപ്പോൾ ഇതേലും ഒരു 10, 12, 13 പൂവോളം കഴിഞ്ഞതാണ്. അപ്പോൾ ഇതും ഞാൻ അതുപോലെ തന്നെ നട്ടതാണ്. പക്ഷേ നല്ല സക്സസ് ആയിട്ട് തന്നെ പെട്ട് കേട്ടോ. എനിക്ക് അത്രയും സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ആദ്യമൊക്കെ കുറേ ശ്രമിച്ചതാണ്, ഒത്തിരി പൈസയും കളഞ്ഞതാണ്, പക്ഷേ ഒന്നും എനിക്ക് പിടിച്ച് നന്നായിട്ട് കിട്ടിയില്ല. പക്ഷേ ഇപ്പം വളരെ സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട് ശരിക്കും. ഇത് ഞാനൊരു ബയോഗ്യാസിൻ്റെ അത് മുറിച്ചിട്ട് നട്ടിരിക്കുന്നതാണ്. ഇതിലും വെച്ചിട്ടുണ്ട്. അതും വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതേ മുട്ടൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അത് അതുപോലെ തന്നെ നട്ടതാണ് ഇതുമൊക്കെ. ഇതും ലക്ഷ്മി തന്നെയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നട്ടതാണ്. ഇതും നന്നായിട്ട് വളർന്ന് ഇപ്പം മുട്ടുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ മുട്ട എന്താണെന്നറിയില്ല, അത് കരിഞ്ഞു പോയി. പക്ഷേ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. പക്ഷേ വീണ്ടും മുട്ടുകൾ വരുന്നുണ്ട്. ഇനി നല്ലപോലെ വന്നോളും. നന്നായിട്ട് ഇലയൊക്കെ നല്ല സ്റ്റാൻഡിങ് ലീഫൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. പലവട്ടം ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് താമര ട്യൂബറൊക്കെ മേടിച്ച് നട്ട് നോക്കി. ഓരോരുത്തരും കാണിക്കുന്ന രീതിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരെണ്ണം പോലും വിജയിച്ചില്ല കേട്ടോ. പക്ഷെ എല്ലാം എനിക്ക് പരാജയം തന്നെയായിരുന്നു. കുറച്ച് നാളൊന്ന് കിളിർത്ത് വരും, ഒരു പൂവുണ്ടായാലും ഒന്നുമില്ല, വെറുതെ. എന്നിട്ട് പിന്നെ അങ്ങ് കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അതല്ല, ഞാൻ എൻ്റേതായ ഒരു രീതിക്ക്, നമ്മൾ പരാജയങ്ങളിൽ നിന്നാണല്ലോ വിജയത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ നല്ല വിജയം തന്നെയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അത് നിങ്ങളിലേക്കും പകർന്നേക്കാമെന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, നല്ലതാണെങ്കിൽ.